പല ദാമ്പത്യ ജീവിതത്തിലും കുഞ്ഞു കുഞ്ഞു വഴക്കുകൾ ഉണ്ടാവുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ലവ് ലാംഗ്വേജ് ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ഹസ്ബൻഡ് ഒരു തരത്തിലാണ് സ്നേഹം പ്രകടിപ്പിക്കുന്നത്, വൈഫ് വേറൊരു തരത്തിലാണ് സ്നേഹം പ്രകടിപ്പിക്കുന്നത്. എന്താ നോക്കാം. ചില ആൾക്കാർ അവരവരുടെ സ്നേഹം കാണിക്കുന്നത് കുക്ക് ചെയ്തുകൊണ്ട്, ഹെൽപ്പ് ചെയ്തുകൊണ്ട്, ട്രാവൽ ചെയ്തുകൊണ്ടൊക്കെയാണ്. എന്നാൽ വേറെ ചില ആൾക്കാർ ഐ ലവ് യു, ഐ നീഡ് യു, ഐ റിയലി വോണ്ട് യു ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ്. ചില സ്ഥലങ്ങളിൽ എന്താ വെച്ചാൽ പാർട്ട്ണർ ലിവ് ആൻഡ് ലെറ്റ് ലിവ് പോളിസി, നീ നിന്റെ കാര്യം ചെയ്തു, എന്നെ എൻ്റെ കാര്യം ചെയ്യാൻ വിടൂ എന്നുള്ള രീതിയിലും ആകാം. ചില പാർട്ട്നേഴ്സ് എന്താ വെച്ചാൽ അവർ ഒരുപാട് ഗിഫ്റ്റ് മേടിച്ചു കൊടുത്തിട്ടാണ് അവരുടെ സ്നേഹം കാണിക്കുന്നത്. എന്നാൽ വേറെ ചിലരോ ക്വാളിറ്റി ആയിട്ടുള്ള ടൈം സ്പെൻഡ് ചെയ്ത് ഒരു പക്ഷേ കൈയൊക്കെ പിടിച്ചിട്ടൊന്ന് നടക്കുക, അല്ലെങ്കിൽ പരസ്പരം നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്രീഷിയേറ്റ് ചെയ്യുക. അപ്പോൾ ഓരോരുത്തരുടെയും ലവ് ലാംഗ്വേജ് ഡിഫറെൻ്റ് ആണ്. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഒരു പക്ഷേ നമ്മൾ നമ്മുടെ മനസ്സിൽ ആഗ്രഹിക്കുന്ന ഒരു രീതിയും നമുക്ക് കിട്ടുന്നത് വേറൊരു രീതിയായിരിക്കാം. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഉള്ള നല്ലതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യത്തില്ല, പകരം എന്താണോ കുറവ് ആ രീതിയിലേക്കാണ് നമ്മുടെ മൈൻഡ് എപ്പോഴും പോവുക, അല്ലേ? 99% നല്ലതാണ്, 1% മോശമാണെങ്കിൽ ഒന്നിൽ നമ്മൾ പിടിച്ച് കംപ്ലയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കും, അല്ലേ? am I actually feeling unloved or is it their love language? അതായത് ഒരു പാർട്ട്ണർക്ക് ഒരു പക്ഷേ ആ ഒരു സ്നേഹം പ്രകടിപ്പിക്കുക എന്നുള്ളത് ഹഗ്ഗിങ്ങും ലവിങ്ങും മാത്രമാണെങ്കിൽ വേറൊരാടുത്ത് റെസ്പോൺസിബിലിറ്റി ഷെയർ ചെയ്യുന്നതാണ് അവരവരുടെ സ്നേഹമായിട്ട് അവർ കരുതുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കൂ, എല്ലാ കാര്യങ്ങളും ഒരുപോലെ വരണം എന്നില്ല, രണ്ട് പേഴ്സ്പെക്റ്റീവിലുള്ള രണ്ട് ആൾക്കാരല്ലേ ചേരുന്നത്. സോ ഇഫ് യു ഫീൽ യുവർ ലവ് ലാംഗ്വേജ് ഇസ് ഡിഫറെൻറ്റ്, ഒരു പക്ഷേ ആ ആളെ അല്ല തിരുത്തേണ്ടത്, ജസ്റ്റ് ദാറ്റ് നിങ്ങൾ കാണുന്ന ഒരു രീതി രണ്ടാണ് എന്ന് മാത്രം.